എല്ലാവരും കേട്ടെ, നിങ്ങൾക്കുള്ള അനുഗ്രഹം അടുത്തോണ്ടിരിക്കുക. അധികം വൈകാതെ അതെൻ്റെ കയ്യിൽ വരും. പ്രാർത്ഥിക്കാൻ പറ്റിയില്ലെങ്കിൽ പരാതിയെങ്കിലും പറഞ്ഞാൽ മതി, അതിന് ഉത്തരവുണ്ട്. ഇനി ആർക്കെങ്കിലും ദൈവസന്നദ്ധിയിൽ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ലെന്നിരിക്കട്ടെ, നിങ്ങൾ ദൈവത്തോട് പരാതി പറഞ്ഞോ. ദൈവമേ, എന്താ ഇങ്ങനെ ചെയ്തത്? ഞാൻ പ്രാർത്ഥിച്ചിട്ടൊരു ഗുണവും കിട്ടിയില്ലല്ലോ. ദൈവത്തോട് പരാതി പറയുന്ന ഒരാൾ ബൈബിളിലുണ്ട്. പരാതി പറഞ്ഞെന്നറിയോ? ദൈവമേ, എൻ്റെ പ്രാർത്ഥന എന്നാ കേൾക്കാത്ത, എന്നെ എന്താ അനുഗ്രഹിക്കാത്ത എന്നൊക്കെ പരാതി പറഞ്ഞു. പരാതി പോലും ദൈവം കേട്ടിട്ട് അതിന് മറുപടി മറ്റൊരു സമയത്ത് കൊടുത്തു. നമുക്ക് ദൈവം നൽകിയ നല്ല ഒരു പകൽ സമയത്തെ ഓർത്ത് നമുക്ക് ദൈവത്തോട് നന്ദി പറയാം. എന്നിട്ട് കണ്ണുകളൊക്കെ ഒന്ന് അടച്ച് ഏറെ ഭക്തിയോടെ നമ്മൾ നിൽക്കുമ്പോൾ ദൈവത്തിന് നമ്മളോട് കാരുണ്യം തോന്നുന്ന സമയത്താണ് നമ്മൾ നിൽക്കുന്നത്. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ദൈവം തൻ്റെ മക്കളിലേക്ക് കൈമാറുന്ന ഒരു നല്ല സമയമാണിത്. നിങ്ങളെല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കാം. ദൈവത്തിൻ്റെ അത്ഭുതം നടക്കുന്നതിനുള്ള നല്ല ഒരു അന്തരീക്ഷം ഇവിടെയുണ്ട്. പ്രാർത്ഥനയുള്ള അന്തരീക്ഷത്തിൽ മാത്രമേ ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ നടക്കത്തുള്ളൂ. കുഷ്ഠരോഗി ഒരിക്കൽ യേശുവിനോട് ചോദിച്ചു, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. 1 മാസം കഴിഞ്ഞിട്ടല്ല അതിൻ്റെ മറുപടി വന്നേ. തൊട്ടടുത്ത് തന്നെ അതിൻ്റെ മറുപടി ഉണ്ട്. എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി വരട്ടെ. എനിക്ക് മനസ്സുണ്ട്. കുഷ്ഠരോഗിയോട് മാത്രം പറഞ്ഞൊരു വാക്കല്ല, ഇന്ന് എന്നോടും നിങ്ങളോടും ദൈവം പറയുന്ന വാക്കാണ്. എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി വരട്ടെ. അനന്തരം അവൻ കൈ നീട്ടി അവനെ സ്പർശിച്ചുകൊണ്ട് പറഞ്ഞു, നീ സൗഖ്യമായിരിക്കുന്നു. യേശുവിൻ്റെ സ്പർശനം അനുഭവിച്ച ഒരനുഭവം നിങ്ങൾക്കുണ്ടാകട്ടെ. നിങ്ങൾ ഏതെല്ലാം കാര്യങ്ങളാണ് പ്രാർത്ഥിക്കുന്നത്? സ്വന്തം കഴിവിൽ ഒരാൾക്ക് എവിടം വരെ എത്താൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഇസ്രായേൽ